മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ ആക്നെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ്. അതായത് വീഡിയോ ഡിസ്കസ് ചെയ്യാനാണ്. അതായത് ഒരു 3 months ബാക്ക് എൻ്റെ മുഖം ഭയങ്കര ആക്നീസും അതും പഴുത്ത ഈ ഡോട്ട് പോലെ വൈറ്റ് ഉള്ള ആക്നീസ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്, കുരുക്കൾ, അതുകൊണ്ട് നിറഞ്ഞ് വളരെ പാടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫേസിനെ ഒരു 3 months ശേഷം എങ്ങനെയാണ് ഈ ഒരു കോലത്തിലേക്ക് മാറ്റിയത്. ഇപ്പൊ പൂർണ്ണമായി പോയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് കാണാമായിരിക്കും, പൂർണ്ണമായിട്ട് പോയിട്ടൊന്നുമില്ല പാട്. എന്നാലും ഇത്രത്തോളം എത്തിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും എൻ്റെ ടിപ്സ് ഒക്കെ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഫോട്ടോ, അതായത് ഒരു 3 months ബാക്ക് ഉള്ള ഫോട്ടോ കൊടുത്തേക്കാം. സത്യം പറഞ്ഞാൽ ഗൈസ് കുറച്ച് ടിപ്സ് മാത്രമേ ഉള്ളൂ, ഞാൻ ചെയ്തിട്ടുള്ള ടിപ്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഫോട്ടോ സെൻസിറ്റിവിറ്റിയെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താ ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്നുള്ള രീതിയിൽ, കാരണം എനിക്കുള്ളതാണ് ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ആക്നിന്റെ കാര്യം ആദ്യം, കുരുക്കൾ എങ്ങനെയാണ് മുഖത്ത് വന്നത്, ആക്നിന്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വന്ന എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ആക്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഡെയിലി റുട്ടീൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടും വളരെ സ്ട്രെസ്സും ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഗൈസ് എനിക്ക് ഒരുപാട് മുഖത്ത് കുരുക്കളും ആക്നീസ് ഒക്കെ വന്നത്. മാത്രമല്ല അലർജിക് ഇഷ്യൂസ് ഉള്ള ആളാണ് ഞാൻ. സൈനസൈറ്റിസ്, തുമ്മല്, അത് ഇത് ഒക്കെ ഉള്ള ഒരു ആളാണ് ഞാൻ. ഒരു പവർ പാക്കേജ്, അസുഖങ്ങളുടെ പവർ പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് എനിക്ക് പാരമ്പര്യമാണ് ഗൈസ്. സൈനസൈറ്റിസ് ഒക്കെ എനിക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഡസ്റ്റ് അലർജി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ ഒരു 3 മാസം മുന്നേ വരെ ഞാൻ പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. അതുമാത്രമല്ല സ്ട്രെസ്സും, കുറച്ച് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഒരു 2 years ബാക്ക് ഉള്ള വെയിറ്റ് അല്ല, എനിക്കിപ്പോൾ ഒരു 15 kg എനിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്ട്രെസ്, ആങ്സൈറ്റി, പിന്നെ അതിൻ്റെ സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് സ്കിപ്പ് ചെയ്തിട്ടും ഞാൻ ആഹാരം ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ടും ഒക്കെ തന്നെയാണ് ഞാൻ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. കൂടെ ഈ കുറേ കാരണങ്ങളും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ടും ആക്നീസ് ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയത്. കാരണം പ്രോപ്പർ ഡയറ്റും കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഞാനത് മാറ്റിയെടുത്തത് ഓൾമോസ്റ്റ് മാറ്റിയെടുത്തത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം കേസ് ഞാൻ പറയാൻ പോകുന്നത്, ഒരു 2.5 liters ബോട്ടിൽ വെള്ളം നിങ്ങൾ കുടിക്കണം. അപ്പം അത്രയും വെള്ളം നമ്മൾ ഒരു ദിവസം നമ്മൾ കുടിക്കണം, ഡ്രിങ്ക് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരിക്കലും ഡീഹൈഡ്രേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റരുത്, ഹൈഡ്രേറ്റഡ് ആക്കി നമ്മുടെ ബോഡി വെക്കുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ജങ്ക് ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. ഞാൻ ഫുള്ളി അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ലിമിറ്റ് ചെയ്യുക. പിന്നെ ഷുഗർ പൂർണ്ണമായി കട്ട് ചെയ്യേണ്ട, ലിമിറ്റ് ചെയ്യുക. ആദ്യം ഒന്ന് ലിമിറ്റ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇതൊക്കെയാണ് ചെയ്തത്. പിന്നെ എക്സസൈസ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ. ഞാനിപ്പോൾ നിയർലി ഒരു 3 months ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പതിയെ പെട്ടെന്ന് ഞാൻ കുറയ്ക്കുന്നില്ല, പതിയെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ മുഖക്കുരും കാര്യങ്ങളും മാറും. ഇനി എന്തൊക്കെ ക്രീമാണ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ പാട്, എനിക്ക് മഞ്ഞൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നു ഗൈസ്. ഫോട്ടോ സെൻസിറ്റിവിറ്റി വരുന്നതിന് മുന്നേ വരെ മഞ്ഞൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. എനിക്ക് അപ്പം പാടുകളൊക്കെ ഓൾമോസ്റ്റ് മാറുന്നുണ്ടായിരുന്നു. പിന്നെ ഈ റുട്ടീൻ ശരിയാക്കിയത് കൊണ്ട് തന്നെ ഈ പാടുകളും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഈ റുട്ടീനും നമ്മുടെ ദിനചര്യ ശരിയാക്കുമ്പോഴും തന്നെ നമ്മുടെ പകുതി അസുഖങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ പകുതി ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആയി എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ പല ഫേസ് യോഗാസ് ഒക്കെ ചെയ്യുമായിരുന്നേ. അത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ഇനി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആക്നീസ് മാറാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ. പ്രധാനമായിട്ടും രാവിലെ വെറും വയറ്റിലാണ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അത് 1 liter ഒന്നും അല്ല, ഒരു 2 glass വാട്ടർ ഞാൻ കുടിക്കാറുണ്ട്, വെറും വയറ്റിൽ കുടിക്കാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒരുവിധം ആക്നീസ് ഒക്കെ മാറ്റിയത്. പിന്നെ ഞാൻ ഡോക്ടറിനെ ഒന്നും കൺസൾട്ട് ചെയ്തിരുന്നില്ല, ആക്നീസിന്റെ കാര്യത്തിലൊന്നും കൺസൾട്ട് ചെയ്തില്ല. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഒരു അപ്രതീക്ഷിതമായിട്ട് ഈ ചൂട് സമയത്ത്, നമ്മളൊരു ജനുവരി കഴിഞ്ഞപ്പോഴും ചൂടാണല്ലോ. കാരണം നമ്മൾ കുഞ്ഞിലെ സ്കൂളിൽ പോയിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ ചൂടല്ല ഈ ജനുവരി ഫെബ്രുവരി ഒരു ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിപ്പോയി ചൂട് എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഈ മാർച്ച് ഏപ്രിൽ ആണല്ലോ പൊതുവേ നല്ല ചൂടായിട്ട് വരുന്നത്. ഇത് ജനുവരി ഫെബ്രുവരി തട്ടിയത് ഭയങ്കര ഒരു കാലാവസ്ഥയിൽ വളരെ ഒരു വ്യതിയാനം വന്നതുകൊണ്ട് തന്നെ എനിക്കത് ഒട്ടും
എൻ്റെ സ്കിന്നിന് പിടിച്ചില്ല. അപ്പം എനിക്ക് സൺ അലർജിയാണ് ശരിക്കും. ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് സൺലൈറ്റ് ഏൽക്കുമ്പോൾ എനിക്ക് റാഷസും മുഖത്ത് ചൊറിച്ചിലും പിന്നെ എന്താണ് ബംസ് പോലെയൊക്കെ വന്ന് ഇവിടെ ഇത്രയും ഭാഗം, എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം കേട്ടോ, ഇവിടെ കാണിക്കാം. അപ്പോൾ ഇവിടേക്ക് ഈ ഭാഗം മാത്രം, അതായത് ഈ ഭാഗം മാത്രം, ഈ മൂക്കിൻ്റെ ഈ ഭാഗം ഇങ്ങനെ റാ പോലെ ഇവിടെയും നന്നായിട്ട് ഭയങ്കരമായിട്ട്, ഒരു മിനിറ്റ് ഗൈസ്, ഓക്കെ ഗൈസ്, അപ്പോൾ നന്നായിട്ട് എൻ്റെ ഇങ്ങനെ റാ പോലെ ഇങ്ങനെ ഇവിടെ ഈ ഭാഗവും ഇവിടെയൊക്കെ നല്ല റാഷസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ നെറ്റി ഭാഗത്തൊക്കെ എനിക്ക് ആദ്യം തോന്നി വല്ല വിറ്റിലൊക്കെ ആണോ, കാരണം ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉള്ള ആളുകൾക്ക് വിറ്റിലൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, വരുമെന്നല്ല പറഞ്ഞത്. അപ്പം ആണോ എന്നുള്ള ഒരു ഇതെനിക്കുണ്ടായി, ഒരു കൺസേൺ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും കാര്യത്തിൽ ചോദിച്ചപ്പം ഞാനിങ്ങനെ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പോകും. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഭയങ്കര ആദ്യം ഒന്ന് നല്ല മനക്കെട്ടി വരുത്താൻ നോക്കി. കാരണം ചെറിയ കാര്യം മതി പെട്ടെന്ന് ഡെസ്പ് ആവാൻ. ഓക്കെ, അപ്പോൾ അതും പ്രത്യേകിച്ച് നമ്മളെ ഈ അസുഖ കാര്യങ്ങൾ മാത്രം, ഹെൽത്ത് കോൺഷ്യസ് ആണ് ഞാൻ, അതാണ്. അപ്പോൾ അങ്ങനെ ആണ് എന്നെനിക്ക് തോന്നി. ഞാൻ ഈ പാടുകൾ ഇവിടെ ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ റാഷസ് വരുമ്പോഴത്തേനും അത് പതി ഇങ്ങനെ ഇളകാൻ തുടങ്ങും, കംപ്ലീറ്റ്ലി ഇങ്ങനെ പൊരിഞ്ഞ് ഇളകാൻ തുടങ്ങും. അപ്പോൾ ഇവിടേക്ക് ഒരു മരം പോലെയാണ് ഫീൽ ചെയ്യുന്നത്, എനിക്ക് മരം പോലെ ഇരിക്കും. അങ്ങനെ ഞാൻ 1 മാസത്തോളം ഡോക്ടറിനെ കാണിക്കാതെ ഇരുന്നു. അത് എൻ്റെ ഭാഗത്തുള്ള ഫോൾട്ടാണ് കേട്ടോ, അങ്ങനെ കാണിക്കാതിരിക്കുന്നത്. അലർജിയൊക്കെ ഭയങ്കര നമുക്ക് മരണം വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് അലർജി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ നേരെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, അല്ലാതെ യൂട്യൂബ് വീഡിയോസ് സെർച്ച് ചെയ്യരുത്. ഞാൻ അങ്ങനെ സെർച്ച് ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്തുള്ള ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഫോട്ടോ സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുഖത്ത് പുരട്ടരുത്. അപ്പം ഞാൻ ഓൾറെഡി ഇത് മാറാൻ വേണ്ടി പുരട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പം പുരട്ടരുതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് 2 ക്രീമാണ് തന്നത്. അപ്പം ആ ക്രീം ഞാനിവിടെ പറയില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉള്ള ആളുകൾ ചിലപ്പം ആ ക്രീം അതുപോലെ വാങ്ങി യൂസ് ചെയ്താലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാത്തത്. എനിക്കൊരു സൺസ്ക്രീനും അല്ലാതെ ഒരു ക്രീം, റാഷസ് ഒക്കെ മാറാനുള്ള ക്രീം തന്നു, അത് മാത്രം ഞാൻ പറയാം. കാരണം അങ്ങനെ പറയുന്നത്, കാരണം നിങ്ങൾക്കറിയാലോ ആളുകൾ ഈ ഡോക്ടറിനെ കാണിക്കാൻ പഠിച്ച് നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ അഥവാ തമ്മിലിൽ ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ക്രീം ആയിരിക്കത്തില്ല ചിലപ്പോൾ അവർക്ക് സ്യൂട്ട് ആവുന്നത്. ചില ആൾക്കാർ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ നോക്കി, ഞാൻ ഈ പറയുന്ന ക്രീമിന്റെ പേരൊക്കെ നോക്കി വാങ്ങാറുണ്ട്. വാങ്ങുമായിരിക്കാം, എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പം അങ്ങനെയുള്ളവർ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഡോക്ടർ മെഡിസിനും കാര്യങ്ങളൊക്കെ തരും, ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു സൺസ്ക്രീനും ഒരു റാഷസ് ഒക്കെ മാറാനുള്ള ക്രീമും എനിക്ക് തന്നു. എന്നിട്ട് മാക്സിമം എന്നോട് പറഞ്ഞു നല്ല ചൂടുള്ള സമയമാണ്, ഇപ്പൊ വെളിയിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ നോക്കുക. അപ്പം SPF 55 +++, PA++, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പിന്നെ അത് യൂസ് ചെയ്ത സൺസ്ക്രീനൊക്കെ, അല്ലെങ്കിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്ത് വെളിയിൽ ഇറങ്ങാൻ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതെനിക്ക് സ്യൂട്ട് ആയില്ല എൻ്റെ സ്കിന്നിന്. അപ്പോൾ ഡോക്ടർ തന്ന സൺസ്ക്രീനാണ് എനിക്ക് സ്യൂട്ട് ആയത്. പിന്നെ അലർജി മാറാനുള്ള മരുന്നും എന്നും രാത്രി തന്നു. അങ്ങനെയാണ് അത് മാറിയത്. അപ്പോൾ ഇതാണ് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് എനിക്ക് വന്ന രീതി. ഫോട്ടോ സെൻസിറ്റിവിറ്റി ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം ചിലപ്പോൾ ഫോട്ടോ സെൻസിറ്റിവിറ്റി അവരെ അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് മുഖത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ മുഖത്ത് ഒരു ക്രീമും അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പകരം നമ്മുടെ ഡെയിലി റുട്ടീനും നമ്മുടെ ദിനചര്യയും, അത് മാത്രമല്ല നമ്മുടെ ഡയറ്റ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഒന്നും നിങ്ങൾ കട്ട് ചെയ്യേണ്ട, ലിമിറ്റ് ചെയ്താൽ മതി. കട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് പതിയെ മെല്ലെ അത് പൂർണ്ണമായി കട്ട് ചെയ്ത് പൂർണ്ണമായി അത് നിർത്താവുന്നതാണ്. ഓക്കെ, എല്ലാം പൂർണ്ണമായി വർജിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ലിമിറ്റ് ചെയ്യത്തേ ഉള്ളൂ, കാരണം ഞാനൊരു ഫുഡി പേഴ്സൺ ആണ് ഇപ്പോഴും. അതുകൊണ്ട് എനിക്ക് ലിമിറ്റ് ചെയ്യാൻ, പണ്ട് ഞാനത് ഷുഗർ കട്ട് ചെയ്യുമായിരുന്നു, ഇപ്പം ഞാൻ ലിമിറ്റ് ചെയ്യാണ്. ക്രമേണ എനിക്ക് തോന്നിയത് ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്തെന്നും ഇരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ഡയറ്റൊക്കെ നോക്കുക. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഗൈസ്, എനിക്ക് നമ്മുടെ ABC ജ്യൂസ്, അതായത് ആപ്പിൾ, ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ്, അപ്പോൾ ആ ജ്യൂസ് എനിക്ക് എഫക്റ്റീവാണ്. പക്ഷെ ഞാൻ ആപ്പിൾ ചേർത്തിട്ടില്ല, പകരം കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതേ ഉണ്ടാവുള്ളൂ എപ്പോഴും. അതുകൊണ്ട് ഞാൻ അത് ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ടായിരുന്നു. അതും എനിക്ക് നല്ല റിസൾട്ട് എൻ്റെ മുഖത്തുണ്ട്. കാരണം പാടൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ആവുകയും അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടും ബെനിഫിറ്റ് ആയിട്ടും തോന്നിയിട്ടുണ്ട്. ഓക്കെ,
അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളും എക്സ്പീരിയൻസും ഇതൊക്കെയാണ്. ഞാൻ അങ്ങനെ ക്രീം ഒന്നും യൂസ് ചെയ്യാറില്ല ഗൈസ്. വോവിൻ്റെ അലോവേറ ജെൽ, എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ആദ്യം തൊട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, വോവിൻ്റെ അലോവേറ ജെല്ലാണ്. പിന്നെ ആയുറിൻ്റെ ഒരു സൺസ്ക്രീൻ ഉണ്ട്, അത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അത് ഞാൻ ജസ്റ്റ് ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി, എക്സ്പോസ് ചെയ്യുന്ന സണ്ണ് എക്സ്പോഷർ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. ബോഡി ലോഷനായിട്ട് മിക്സ് ചെയ്താണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ബാക്കി മുഖത്തൊക്കെ ഡോക്ടർ പറഞ്ഞ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാനിതിൽ എൻ്റെതായ രീതിയിൽ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഡെയിലി റുട്ടീൻ ശരിയാക്കുക, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, ഷുഗർ ഒഴിവാക്കുക, ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാനുള്ള കാര്യമായിരിക്കും. എന്നാലും എനിക്ക് എൻ്റെ ചാനൽ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആസ് എൻ ഇൻഫ്ലുവൻസർ അങ്ങനെയാണല്ലോ. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളല്ലോ ഇൻഫ്ലുവൻസർ. സോ എനിക്കങ്ങനെ പറയണമെന്ന് തോന്നി, എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആരും യൂട്യൂബിൽ നോക്കി അല്ലെങ്കിൽ സ്വയം ട്രീറ്റ്മെൻറ്റ് എടുത്ത് അബദ്ധമൊന്നും കാണിക്കാതെ, ഇപ്പോൾ ഡയറ്റ് എടുത്താണെങ്കിൽ ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാതെ നിങ്ങളൊരു എന്ത് ചെയ്യുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് അഡ്വൈസ് എടുക്കുന്ന, മെഡിക്കൽ ഒരു പ്രാക്ടീഷണറിൽ നിന്ന് അഡ്വൈസ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും തുടർന്ന് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെയായിരിക്കും.